students, moral science standard 1. Actually our portion is over. This is a revision class. Checking your portions and on a examination your points. What are the criteria for the questions and the marking scheme also? I think your examination is on 18 marks and 2 hours. You get 2 hours. So within this 2 hours you must write about more than 10 big questions. And the one is fill in the blanks like. Then you can choose the answer from this box. Another one is the second type. Also, you can choose from the answers, especially that is a part of the description part of a story. You have many stories. Within this one of the story, a paragraph, you get a paragraph and you have to write the answer, take a suitable one from this paragraph. That's the type. Another one is a question answer session. So you want to answer the questions. Then the next one is also in a situation, how to respond to you. And the last 2 questions are a small type of essay questions. Then you get to some blanks and some hint points. You must complete the hint points. That also 10 marks each. This is your marking scheme and the questions. So shall we check it? You just carefully watch this video and you can, I think, about to get full marks, 18 marks, no problem. So in your portion part, you check it. These are our portions, the lesson 10, the girl who sat alone. That is our, so this lesson, we take this one, lesson number 10. That is our portion of this. Lesson number 10, a girl who sat alone. In this section, you must, I think about, English get മനസ്സിലാക്കുക. നിങ്ങളുടെ അവിടെ ഈ പരീക്ഷയ്ക്കുള്ള പോർഷൻ 10ാമത്തെ ലെസനാണ് ദ ഗേൾ ഹു സാറ്റ് അലോൺ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്നാലും മിക്കവാറും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടാണിത്. അതല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. കണ്ട് സാറ ഈ ട്രൂ ഓഫ് ഫോൾസ് നോക്കിയേക്കണം. കണ്ട് സാറ ഹാഡ് മെനി ഫ്രണ്ട്സ്, ഇല്ല, സാറ ഉണ്ടായിരുന്നു. ടീന വാണ്ടഡ് ടു പ്ലേ വിത്ത് സാറ, അതുപോലെ 2-3 ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഉണ്ട്. ഉണ്ടോ? എന്തുകൊണ്ട് ഹൗ യു വാണ്ട് ടു ഷെയർ യുവർ തിങ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ദെൻ യുവർ ഫ്രണ്ട് ആസ്ക് യുവർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ച് നോക്കിക്കണം. ഒരു പെൻസിൽ വെച്ച് നിങ്ങൾ എന്നെ എടുക്കും. പിന്നെ സ്കൂളിൽ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട് മഴയത്ത് വെച്ച് എന്നാ ചോദിക്കും, നിങ്ങൾ മുട കൊടുക്കുമോ, ഇത് ചെക്ക് ചെയ്യണം. അതുപോലെ ഈ ഒരു പാർട്ടാണ് ഇത് കണ്ടത്. ഇതാണ് ടീന ബ്രോക്ക് ഈ ഭാഗം ഞങ്ങൾ 2018 ചോദിച്ചതാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നാണ് ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കണം. അതുപോലെ ഈ മോറൽ ഓഫ് ദ സ്റ്റോറിയും വായിച്ചേക്കണം. ഇതൊക്കെയാണ് ഇതിനകത്ത് നാളെ വരാനുള്ള ചോദ്യങ്ങൾ. ഒരുപക്ഷെ ആ ലെസണിനകത്ത് കയറി ഇങ്ങനത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ നോക്കി വെക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് അടുത്ത് നമ്മുടെ ലെസൺ, നമ്മുടെ ഉള്ള ലെസൺ മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണമെന്നില്ല. ഇതിന് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അടുത്തത് 11ാമത്തെ ലെസണാണ് ലേൺ ടു ബി ഹാപ്പി എന്ന് പറയുന്ന ലെസൺ എടുക്കുക. ലെസൺ 11 ലേൺ ടു ബി ഹാപ്പി. ഈ സ്റ്റോറി ഒന്നും വേണ്ട, ഇതൊന്നും ചോദിക്കൊന്നുമില്ല. നമ്മൾ വെറുതെ പഠിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്, പരീക്ഷ ചോദിക്കുന്നില്ല. ഇതാണ് ലേൺ ടു ബി ഹാപ്പി. ഇതിനകത്ത് നോക്കുക. ഇതിനകത്ത് 5 secrets for happiness 2019 മാർച്ച് ചോദിച്ചതാണ്. 5 രഹസ്യങ്ങൾ പറയും. 1, eat on time. 2, step well on at least 5 hours. Play every day. Set a timetable for studies. Express your feelings. ഈ വരിയിട്ടിരിക്കുന്ന വാചകം മാത്രം എഴുതിയാൽ മതി. 5 അത് ഇതേ വേണമെങ്കിൽ ഫില്ല് ദ ബ്ലാങ്ക്സ് ആക്കി വേണമെങ്കിൽ ചോദിക്കാം. അതോടൊപ്പം ഇവിടെ കൊടുക്കുന്ന ചൂസുകൾ ഇത് വായിച്ചേക്കണം. ഇത് ട്രൂ ഓഫ് ഫോൾസിലായിട്ട് വേണം ചോദിക്കാം. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവറി മോർണിംഗ്. ഐ സ്ലെപ്റ്റ് ഫോർ 2 hours ലാസ്റ്റ് നൈറ്റ്. ഐ വർക്ക് പ്ലേ ഔട്ട്ഡോർസ്. അതായത് ശരിയെന്ന് പറയുന്നതും ആൻസർ ആക്കി വേണമെങ്കിൽ എഴുതാം. ഇത് സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രാവശ്യത്തെ പോർഷൻ പാർട്ടിനകത്തു നിന്ന് ഉള്ളതാണ്. ഇതാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്നത്. ഇത് അവർ വേണമെങ്കിൽ കുറച്ച് ഹിൻ്റൊക്കെ തരും. നമ്മൾ
നിങ്ങൾ ബാക്കി എഴുതിയാൽ മതിയാവും. ദെൻ 12ാമത്തെ ലെസനാണ് പവർ ഓഫ് എ സ്മൈൽ. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ചിരിയില്ലാത്ത 2 ഗ്രാമങ്ങൾ. അതിൽ ചിരിക്കുന്ന പെൺകുട്ടി വന്ന് ചിരിക്കാത്ത ഗ്രാമത്തെ ചിരിപ്പിക്കുന്നതാണ് ഇത്. അതിനകത്ത് ഈ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഇതാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഇൻ ദ ലെസൺ ദ പവർഫുൾ സ്മൈൽ ഡിസ്ക്രൈബ് എ ഹാപ്പി വില്ലേജ്. കണ്ടോ, ഇവിടെ സന്തോഷത്തിന്റെ വില്ലേജിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുന്ന വാക്കുകൾ ഇവിടെ തന്നിരിക്കുക. സ്മൈൽ, പീസ്ഫുള്ളി, പ്രോബ്ലം, ഹാപ്പിനെസ്, സോൾവർ, പ്രാക്ടീസ്, പീസ്, ഗുഡ്, ടേക്ക് തിങ്സ്. കണ്ടോ, ഞാനത് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് അതിന് വരിയിട്ട് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരിക്കുക. നിങ്ങൾ ഇതുപോലെ വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. കാരണം ഞാനിത് ഏതെല്ലാം വർഷം ചോദിക്കുന്നവരെ 2019 മാർക്ക് 10 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 2018 മാർച്ച് 20 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കായി ഇതൊക്കെ 20 മാർക്സ്. ഇത്രയും കണക്കായിട്ട് ഫില്ല് ചെയ്താൽ 20 മാർക്ക് കിട്ടും. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് നോക്കാം. അപ്പൊ എന്നാ ചെയ്യണം? ഇത് നന്നായിട്ട് വായിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വാക്കുകളുടെ അർത്ഥം അറിയാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ അർത്ഥം ഞാൻ മലയാളം പറഞ്ഞാൽ തന്നെ സ്മൈൽ ചിരിക്കുക, പീസ്ഫുള്ളി സമാധാനത്തോടെ, പ്രോബ്ലം പ്രശ്നങ്ങൾ, ഹാപ്പിനെസ് സന്തോഷം, സോൾവ് പരിഹരിക്കുക. ഞാൻ എഴുതി തന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഓർമ്മയുണ്ട്. ഞാൻ എല്ലാം എഴുതി തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആ തന്ന വീഡിയോ പോയി നോക്കണം. അർത്ഥം മനസ്സിലായി നമുക്ക് എളുപ്പമില്ല കേട്ടോ. സോൾവ് പരിഹരിക്കുക, ബ്രൈറ്റസ്റ്റ് ഏറ്റവും തിളക്കമുള്ള, പീസ് സമാധാനം, ഗുഡ് നല്ലത്, ടേക്ക് എടുക്കുക, തിങ്സ് വസ്തുക്കൾ. ഇത്ര അർത്ഥം വായിക്കാൻ എളുപ്പമാണ്. ഇനി 12 ഇതാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായി? ഹാപ്പി വില്ലേജ്. അപ്പം ഈ ഹാപ്പി വില്ലേജ് ഈ പാരഗ്രാഫാണ് ആ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. എപ്പോഴും ഈ പാരഗ്രാഫ് ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ പാരഗ്രാഫ് ശരിക്കും വായിച്ചു പഠിച്ചാലേ ഈ പരീക്ഷയ്ക്ക് ഇപ്പൊ നിങ്ങൾ എഴുതാത്ത പരീക്ഷയ്ക്ക് ഇതേ വഴി വന്നിട്ടേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു. പക്ഷെ ഇതേ വഴി വന്നേക്കാം. 20 മാർക്കാണ്. കണവണ വെച്ച മാർക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വാക്കുകൾ അർത്ഥവും ചിരിക്കുക, സമാധാനത്തോടെ, പ്രശ്നങ്ങൾ, സന്തോഷം, പരിഹരിക്കുക, തിളക്കമുള്ള, സമാധാനം, നല്ലത്, എടുക്കുക, വസ്തുക്കൾ. കണ്ട അർത്ഥം കണ്ടു. ഇനി ഓരോന്നും നോക്കണം. ഇൻ ദ ഹാപ്പി വില്ലേജ്, ആ വില്ലേജ് തുടങ്ങുക. പീപ്പിൾ ഹാർഡ് ഡാഷ് ഡാഷ് ഇൻ ദർ പ്ലേസസ്. അവരുടെ ഹാപ്പി വില്ലേജിലെ കാര്യങ്ങൾ. നമുക്ക് 2 വില്ലേജ് ഉണ്ട്. ഹാപ്പി വില്ലേജ്, മറ്റേത് അൺഹാപ്പി വില്ലേജ്. അപ്പൊ ഹാപ്പി വില്ലേജ് ആളുകൾക്ക് എന്താ ഉണ്ടായിരുന്നു? സ്മൈൽ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നോക്കട്ടെ. ഫസ്റ്റ് വില്ലേജ് വാസ് എ ഹാപ്പി വില്ലേജ്. പീപ്പിൾ ഹാഡ് ദ ബ്രൈറ്റസ്റ്റ് സ്മൈൽ. കണ്ടോ കണ്ടോ, അപ്പൊ പൂരിപ്പിക്കേണ്ട ബ്രൈറ്റസ്റ്റ് സ്മൈൽ. ഇവിടെ നിന്ന് പഠിച്ചേക്ക് വരണം. കണ്ടോ, ഹാപ്പി വില്ലേജിലെ ആളുകൾ പീപ്പിൾ ഹാഡ് ദ ബ്രൈറ്റസ്റ്റ് കണ്ടോ. ഇവിടെ നിന്ന് പരീക്ഷ ചോദിച്ചു. അപ്പൊ ഇവിടെ അപ്പൊ നമ്മൾ ഒന്ന് ബ്രൈറ്റസ്റ്റ് സ്മൈല് കണ്ടോ. ഇതാണ് ഒന്നാം ഏഴ് കണ്ടോ. ഇത് 2 ഏഴ്. ഇവിടെ ബ്രൈറ്റസ്റ്റ് എഴുതണം, ഇവിടെ സ്മൈൽ എഴുതണം. കണ്ടോ. ഇപ്പോൾ ആകെ ചോദ്യങ്ങളുള്ളത്. അപ്പൊ കേട്ടോ, നമുക്ക് ഇതിനകത്ത് ഇപ്പൊ 4 മാർക്കോട് ശരിയാക്കി കിട്ടിക്കഴിഞ്ഞു. ദ ഹാപ്പി വില്ലേജ് പീപ്പിൾ ഹാഡ് ദ ബ്രൈറ്റസ്റ്റ് സ്മൈൽ. കേട്ടോ, അത് വീണ്ടും പോവാം. സ്മൈൽ ഓൺ ദർ ഫേസ് ആൻഡ് ദേ ലീവ്ഡ് ഇൻ കേട്ടോ. ദേ ലീവ്ഡ് ഇൻ പീസ് ആൻഡ് ഹാപ്പിനെസ്. കണ്ടോ, അപ്പൊ ഇവിടെ പീസ്, ഹാപ്പിനെസ്. അപ്പൊ ഈ രണ്ടാമത്തെ അല്ലെങ്കിൽ 1 എണ്ണമെടുത്താൽ നിങ്ങൾ ബ്രൈറ്റസ്റ്റ് 1 എഴുതുക, സ്മൈൽ 2 എഴുതുക, പീസിന് 3 എഴുതുക, ഹാപ്പിനെസ്സിന് 4 എഴുതുക. കണ്ടോ കണ്ടോ. എന്നിട്ടാൽ എളുപ്പം നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. 1 ബ്രൈറ്റസ്റ്റ്, 2 സ്മൈല്, 3 പീസ്, 4 ഹാപ്പിനെസ്. അപ്പൊ 4 പഠിച്ചു കഴിഞ്ഞു. അടുത്ത വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കാണാതെ പഠിച്ചിരിക്കുക. അത്രേ ഉള്ളൂ. They lived in peace and happiness. They always did the good things. കണ്ടോ, they always did the good things. ഇവിടെ ഗുഡ് എഴുതുക, ഇവിടെ തിങ്സ് എഴുതുക. കണ്ടോ, അപ്പൊ ഗുഡ് 5, തിങ്സ് 6. ഗുഡ് നേരെ തിങ്സ് 6. കണ്ടോ കണ്ടോ, ഒരു പാടില്ല. ഇതാണ് പഠിച്ചിട്ട് വന്നോ പറയാം. അടുത്ത കണ്ടോ, ഈവൻ their problems did not take away. പ്രോബ്ലംസ് കണ്ടോ, ടേക്ക് away അല്ല ടേക്ക്. കണ്ടോ, അടുത്തത് ഇടയില്ലാത്ത ബാക്കി ഉണ്ടാകുക. ആൻഡ്
the smiles on their face and they could always solve their problems. അപ്പോൾ 5, 6, 7 ആയിരുന്നു പ്രോബ്ലംസ് സോൾവ് എടുക്കുന്നു. 8, 9 പ്രോബ്ലംസ് പീസ്ഫുള്ളി 10. Even their problems did not take away a smile on the face and they could always solve their problems peacefully. ഇത്രയേ ഉള്ളൂ. 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. 10 കിട്ടിയോ അവിടെ ഓരോന്നും കിട്ടി 2 മാർക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ അത് എണ്ണി നോക്കിയിട്ട് മാർക്ക് ഇടുന്നത്. നിങ്ങളുടെ ഓർമ്മ തെറ്റിട്ട് ഞങ്ങൾ 2 മാർക്ക് കുറയ്ക്കും. നിങ്ങൾ മാറ്റി ചെയ്യാം. അപ്പൊ ഇംഗ്ലീഷിലെ അർത്ഥമില്ല ഇതുണ്ടോ. ഇൻ ദ ഹാപ്പി വില്ലേജ് പീപ്പിൾ ഹാഡ് ബ്രൈറ്റസ്റ്റ് സ്മൈൽ ഓൺ ദെയർ ഫേസ്. അവരുടെ മുഖത്ത് നല്ല വെളിച്ചമായിരുന്നു, നല്ല പുഞ്ചിരിയായിരുന്നു. ഇത് പഠിക്കുന്നത് ഇത് മാത്രം കേട്ടില്ല. ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും മാർക്കുകളാണ്. ഇതോ പരീക്ഷ ചോദിക്കുകയേ ഇങ്ങനെ പരീക്ഷ ചോദിക്കുന്നു. നിങ്ങൾ അതുപോലെ പഠിക്കും. ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ അതുപോലെ വെച്ച് നോക്കാം. ഓക്കെ. ഇപ്പൊ നമുക്ക് അപ്പൊ ഈ പോർഷന്റെ പാട്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരാൻ വേണ്ടി പാഠത്തിൽ നിന്ന് സാധ്യതയുള്ളത്. പിന്നെ അത് വീണ്ടും എടുത്ത് നോവൽ ഇനി മറ്റേ വില്ലേജിനെ കുറിച്ചുണ്ട്. ഇത് ഹാപ്പി വില്ലേജാണ്. ഇനി അൺഹാപ്പി വില്ലേജിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. വെരി സീരിയസ്. കണ്ടോ, ഇൻ ദ അൺഹാപ്പി വില്ലേജ് പീപ്പിൾ വെരി സീരിയസ്. ദെൻ നോ വൺ ഇൻ ദ വില്ലേജ് എവർ സ്മൈൽഡ് ആൻഡ് ദേ ഓൾവേസ് വറീഡ് അബൌട്ട് ദ പ്രോബ്ലം. കണ്ടോ, അപ്പൊ ഇതിന് പകരം വേണമെങ്കിൽ അൺഹാപ്പി വില്ലേജ് ആണ്. അപ്പം അതിന്റെ അർത്ഥങ്ങൾ മാറും. അപ്പത്തേക്കിന് അതിന്റെ വാക്ക് വേറെ ഇല്ല. അപ്പൊ ഇത് എന്തായാലും പണ്ടേ ചാർമിങ് സ്മൈൽ ഫ്രം ദ വില്ലേജ് ക്രോസ് ദ റിവർ. കണ്ട, പെൺകുട്ടി കൊണ്ടുവന്നു, ഒരു പൂമ്പാറ്റയെ കണ്ട് ചിരിച്ചു. കണ്ടോ, അവസാനം ഇവിടെ ഇതാണ് പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഇത് തന്നെയായിരുന്നു. അപ്പൊ ഒന്ന് ഹാപ്പി വില്ലേജ്, അൺഹാപ്പി വില്ലേജ്. ഇനി ഇതുണ്ട് സീക്രട്സ് ഓഫ് ഹാപ്പിനെസ്, കുട്ടി ടിക്ക് മാർക്സ്. അപ്പൊ നിങ്ങൾ ട്രൂ ഓഫ് ഫോൾസ് എന്ന് പറഞ്ഞാണ്. ഇവിടെ ട്രൂ ആണെങ്കിൽ ഗുണം ഇട്ടിട്ടുണ്ട്, ട്രൂ ആണെങ്കിൽ ടിക്ക് മാർക്ക് ഉണ്ട്, റോങ് ആണെങ്കിൽ ക്രോസ് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ജസ്റ്റ് ഒക്കെ വായിച്ചാൽ മതി, ഇതൊന്നും വരാനില്ല. പിന്നെ ഒരു ഹെൽപ്പിംഗ് ബോക്സ് തന്നിട്ടുണ്ട് ഇവിടെ, അത് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുക. അങ്ങനെയൊന്നും വരണം തന്നെ പടം തന്നൊന്നും വരാറില്ല പൊതുവെ. കാരണം പൊതുവെ എസ്സേ ടൈപ്പായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇത്രയൊക്കെയാണ് ആ പാഠങ്ങളിൽ നിന്നത്. അടുത്ത ഐ ലവ് ഇന്ത്യയാണ്. സല്യൂട്ടേഷൻ ടു അവർ നാഷണൽ ഫ്ലാഗ്. ഞാൻ പടം വരച്ച് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഫ്ലാഗ് എന്താണ്? ട്രയാങ്ക, അതിൻ്റെ കളറ് 3 കളറുകൾ, അതുപോലെ ബ്ലൂ വീല്, അതിനകത്ത് 24 സ്പോക്സ്. അപ്പം ഞാനിതിന് പരീക്ഷയ്ക്ക് വരും, മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കിടപ്പുണ്ട്. കണ്ടോ, 2018 മാർച്ച് 10 മാർക്ക്, 2019 മാർച്ച് അവരുടെ ഈ ആൻസറിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും വായിക്കണം. നാഷണൽ ഫ്ലാഗ് കോഡും വായിക്കണം. അത് വേണേൽ മാറി മാറി വരാം. പക്ഷെ ഇപ്രാവശ്യം ഇവിടുത്തെ പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നാഷണൽ ഫ്ലാഗിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസർ. കേട്ടോ, വിത്ത് റെഫറൻസ് ടു ദ ലെസൺ ഐ ലവ് ഇന്ത്യ ആൻസർ ദ ഫോളോവിംഗ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 കളേഴ്സ് ഓഫ് ഇന്ത്യൻ ഫ്ലാഗ്? ഇന്ത്യൻ ഫ്ലാഗിന് എത്ര കളറുണ്ട്? 3 കളർ. അപ്പം വാട്ട് ആർ ദ കളേഴ്സ് എന്ന് പറയുമ്പോൾ 3 നല്ല ഉണ്ട്. സഫ്രോൺ, ഏറ്റവും ടോപ്പിൽ സഫ്രോൺ, പിന്നെ വൈറ്റ് മിഡിൽ, പിന്നെ താഴെ ഗ്രീൻ അല്ലേ? ഗ്രീൻ 3 കളറായിരുന്നു. അപ്പൊ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഇവിടുത്തെ കിടപ്പുണ്ട്, ഇവിടുത്തെ കിടപ്പുണ്ടായിരുന്നു. കണ്ടോ, വാട്ട് ആർ ദ കളേഴ്സ് ഓഫ് ദി 3 ബാൻഡ്സ് ഓഫ് ദി നാഷണൽ ഫ്ലാഗ്? സഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ എന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു ദ കളേഴ്സ് ഓഫ് നാഷണൽ ഫ്ലാഗ് സിഗ്നിഫൈ? കണ്ടോ, അപ്പം ഇവിടെ എഴുതുന്നത് നമ്മൾ ഓരോ സഫ്രോൺ എഴുതിയാൽ സഫ്രോൺ സിഗ്നിഫൈ നമ്മൾ എഴുതുന്നുണ്ട് കറേജ് ആൻഡ് സാക്രിഫൈസ് അല്ലേ? അപ്പം കറേജ് ആൻഡ് സാക്രിഫൈസ്, കറേജ് ആൻഡ് സാക്രിഫൈസ്. കോമേറ്റ്. അടുത്ത വൈറ്റ് ഉണ്ട്, വൈറ്റ് പ്യൂരിറ്റി ആൻഡ് white stand for purity and truth. No, white purity and truth. സത്യവും അതുപോലെ വിശുദ്ധി, ശുദ്ധി. ഗ്രീൻ. ഇപ്പം ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ഞാൻ പറയുന്നുണ്ട് രാജ്യത്തിന്റെ ഉയർച്ച, പ്രോഗ്രസ് ഓഫ് അവർ കൺട്രി അല്ലേ? പ്രോഗ്രസ് ഓഫ് അവർ കൺട്രി. പ്രോഗ്രസ് ഒരു മാർഗം പ്രോഗ്രസ് ഓഫ് കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ച, അതിന്റെ വളർച്ചയാണ് ഗ്രീൻ കളർ. ഇത്രയുള്ള 3 കാര്യങ്ങൾ അവർ സുഖമായിട്ട് എഴുതാൻ ലൈനിൽ എഴുതാൻ ലൈനിൽ
അടുത്ത വാട്ട് ഈസ് ദ വീൽ ഇൻ ദ സെന്റർ? വീൽ പറഞ്ഞ പേരാണ് ധർമ്മചക്ര, വീലോ ചക്ര. നിങ്ങൾ എന്തെങ്കിലും ആൻസർ ചെയ്താൽ വീൽ സെൻട്രൽ നാഷണൽ അശോക ചക്ര ഓർ വീൽ ഓഫ് ധർമ്മ രണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. വീൽ ഓഫ് ധർമ്മ എന്ന് പറയുന്നത് ധർമ്മം, വീൽ ഓഫ് ധർമ്മ, ധർമ്മചക്ര അല്ലെങ്കിൽ അശോക ചക്ര എഴുതിയാലും മാർക്കില്ല. അശോക ചക്ര അശോക ചക്രമൊന്നും കൊണ്ടുവന്നായിരുന്നു അശോക. ഇതിന്റെ ഒറിജിനൽ പേര് വീൽ ഓഫ് ധർമ്മ. ആ നീല നിറത്തിൽ കാണുന്ന അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ മുഴുത്തായിട്ട് വരച്ച് നീല കളറിൽ വരച്ച് കാണിച്ചു. ഈ ഹൗ മെനി സ്പോക്സ് എത്രയുള്ളൂ? 24 സ്പോക്സ് ഉള്ളൂ. അത് തിരിച്ച് 24 വീലുകാരെ മാത്രം 24 വീലുകൾക്ക് ആ ചക്രത്തിന് 24 കാലുകളാണ് ഉള്ളത്. When was INF Indian National Park hoisted on Mount Everest? കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുന്ന് വന്നത് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ടിനകത്ത് കിടപ്പുണ്ട് കണ്ടോ. മൗണ്ട് എവറസ്റ്റ് the highest peak in the world. 29 മാർച്ച് 29 മാർച്ച് 1953 ഉണ്ടോ? 29 മാർച്ച് 1953. അതുപോലെ തന്നെ പറഞ്ഞു നമ്മളുടെ സ്പേസിൽ പോയ ആദ്യത്തെ സ്പേസ് ഷട്ടിൽ ഇന്ത്യൻ പതാക കൊണ്ടുപോയ ആളാണ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ അല്ലേ. റഷ്യയുടെ സോയൂസ് എന്ന് പറയുന്ന പേടകത്തിനകത്ത് പോയ ഇന്ത്യക്കാരനാണ്. അന്ന് സ്ക്വാഡ്രൺ ലീഡറായിരുന്നു വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ. അദ്ദേഹം തന്നെ ഇന്ത്യൻ നാഷണൽ പാർക്കുമായിട്ടാണ് സ്പേസിൽ പോയത്. ഈ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഫ്ലാഗ് കോഡ് വേറെ ചോദ്യം വേണം ചോദിക്കാം. അങ്ങനെ കട്ടി കൂടിയ ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. പിന്നെ കളർ സിഗ്നിഫൈസ് ദി കളർ, സിഗ്നിഫിക്കൻ്റ് വീലിനെ കുറിച്ചുള്ള നോക്കുക. ധർമ്മ കണ്ടോ. അപ്പൊ ഇത്രയൊക്കെ ഒന്ന് നോക്കിയാൽ ഈ പാഠത്തിന് സ്വന്തമായിട്ട് നമുക്ക് മാറ്റിയിരിക്കാം. അടുത്ത ലേൺ ഗുഡ് മാനേഴ്സ്, ബി പൊളൈറ്റ് എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് പലപ്പോഴും ചോദിക്കുന്നത് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ് ചോദിക്കത്തുള്ളൂ. അത് ഇവിടെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് പലപ്പോഴും പഠിച്ചിട്ടുള്ളത്. റീകോൾ ദ റൂൾസ് കണ്ടോ. യു റിസീവ് എ ഗിഫ്റ്റ്, യു വാണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ, യു സ്പീക്ക് യുവർ ഗ്ലാസ് ഓഫ് മിൽക്ക്, യു വാണ്ട് പെർമിഷൻ ടു പ്ലേ, യു വാണ്ട് ടു ബോറോ പെൻസിൽ കണ്ടോ. ഇതാ ചോദിച്ചില്ല. ഈ we are polite, how would you respond in each of the situation? Ask something. നമ്മളോട് ആരെങ്കിലും എല്ലാം ചോദിക്കണം. നമുക്ക് വേണമെങ്കിൽ ചോദിക്കണം പ്ലീസ്, പ്ലീസ് എന്ന് ചോദിച്ചിട്ട്. അടുത്ത ഗെറ്റ് എ ഗിഫ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആരെങ്കിലും തന്നാൽ നമ്മൾ താങ്ക് യു കണ്ടോ, താങ്ക് യു എന്ന് പറയുന്നത്. അടുത്ത ഇന്ററപ്റ്റ് എനിബഡി. ആരെങ്കിലും തടസ്സപ്പെടുത്തേണ്ടി വന്നാൽ ഒരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറയുന്നത് സോറി, സോറി എന്ന് പറഞ്ഞിട്ട് പറയാവൂ. ദെൻ വാണ്ട് പെർമിഷൻ. നമുക്ക് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ക്ലാസ് ബാത്റൂമിൽ പോകണം. മേ ഐ ഗോ ടു ബാത്റൂം, മേ ഐ ഉണ്ടോ, മേ ഐ ഗോ ടു ബാത്റൂം ഇത് ചോദിക്കുന്നു. പിന്നെ ഏറ്റവും ടോപ്പിക് ഈ കമ്മിറ്റ് മിസ്റ്റേക്ക്. നിങ്ങളുടെ ഒരു തെറ്റ് തെറ്റാൻ മനസ്സിലായി സോറി കണ്ടോ. സ്പീക്ക് യുവർ ഗ്ലാസ്. നിങ്ങൾ പാലിന് പോയപ്പോൾ you spill your glass of milk, you say കണ്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത് ആൻസർ ആണ്. ഓക്കെ. അപ്പൊ ഇത് നന്നായിട്ട് നോക്കി. ഇതായിരിക്കും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഒപ്പം തന്നെ ഈ സിറ്റുവേഷനിൽ നിങ്ങളൊക്കെ നോക്കിയേക്കണം. ചെറിയ വ്യത്യാസം വരും. രണ്ടാം ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംതിങ് സേ സംതിങ് താങ്ക് യു, then എക്സ്ക്യൂസ് മീ, ഇന്ററപ്റ്റ് സംബഡി, എക്സ്ക്യൂസ് മീ കേട്ടോ. അപ്പൊ അതാണ് സോറി എക്സ്ക്യൂസ് മീ. നിങ്ങൾ സംസാരിക്കുന്നത് എക്സ്ക്യൂസ് മീ എല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പോലെ അല്ല. വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. അതൊക്കെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ മാത്രം ഉപയോഗിക്കാം, വേറെ ഒന്നും പറയണ്ട. അതുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോണം. അതുപോലെ റാബിയുടെ സ്റ്റോറി ജസ്റ്റ് ഒന്ന് നോക്കിക്കോണം. അപ്പോൾ അതുപോലെ ഈ സ്റ്റോറി വേണമെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റോറി ഒന്ന് വായിച്ച് കേൾക്കണം. പിന്നെ ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഇനി വേറൊരു ചോദ്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഈ സ്റ്റോറിക്കകത്ത് ഓരോരുത്തരും എന്ത് ചെയ്തെന്ന് മുന്നൊരു ഞാനിവിടെ ഒരുമിച്ച് തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ച് വെച്ചേക്കണം. കയറി വൂളി കണ്ട് ആദ്യം റാബിറ്റ് കം ബാക്ക് ആഫ്റ്റർ വിസിറ്റിംഗ് ഹെർ സിസ്റ്റർ. സിസ്റ്ററെ കാണാൻ പോയിട്ടാണ് നമ്മുടെ റാബിറ്റ് തിരിച്ചു വന്നത്. അതുപോലെ വൂളിയോ വാണ്ട് ടു ടീച്ച് എ ലെസൺ. വൂളി പറഞ്ഞു എല്ലാത്തിനും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. സ്ക്വറിൽ എന്നാ പറഞ്ഞു, പ്രാനെ കണ്ടാവും ഓടിപ്പോയി. ദെൻ ലിറ്റിൽ ആൻഡ് ഉറുമ്പ് എന്നാ ചെയ്തു, മൂടിന്റെ ലൈനാകാൻ പോയി.
ഷീപ്പ് ആൻഡ് കൗസ് തന്നെ എടുത്തു. ഗ്രേസ്ഡ് ഇൻ ഗ്രീൻ ഗ്രാസ്, പുല്ല് തിന്നുകൊണ്ടിരുന്നു. ദെൻ നെയിം ഓഫ് ദി ആനിമൽ വിച്ച് ടീച്ചർ, കണ്ടോ ആനിമൽ, ആ ആനിമലെല്ലാം പരസ്പരം ഇത് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ കണ്ടോ, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, മുമ്പത്തെ പാഠങ്ങളിൽ നിന്ന് ഇതിലൂടെ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നേരത്തെ പാർട്ടിന് ഇവിടെ ചോദിച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പം പറഞ്ഞ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. 20 മാർക്കുണ്ട്. ഇവിടെയുണ്ട് റൈറ്റ് 5 സെന്റൻസ് ഇവിടെ മാർക്ക് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ലെസൺ അതിനകത്ത് വരത്തില്ല. അതുപോലെ മഹാത്മാഗാന്ധി സ്കൂളിൽ ഇപ്രാവശ്യം നമുക്കില്ല. നമുക്കുള്ള ലെസനകത്ത് നിങ്ങൾക്ക് 2 ചോദ്യം കൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവും. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് പരിശീലിക്കുക, ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുക, അതുപോലെ നന്നായിട്ട് വായിക്കുക. അതുപോലെ ഇങ്ങനെ കണ്ടാൽ എഴുതാനായിട്ട് പഠിക്കുക, എടുത്ത് എഴുതാനായിട്ട് പഠിക്കുക, വാചകങ്ങൾ നോക്കുക. അപ്പോൾ ഇംഗ്ലീഷുമായിട്ട് നല്ല ബന്ധമാണ്. ഈ ക്വസ്റ്റ്യൻ ടഫുള്ള ക്വസ്റ്റ്യൻ, സിമ്പിളൊന്നും അല്ല. ഇംഗ്ലീഷ് ഒരുപാട് അറിയാവുന്നവർക്ക് ഇത് വേഗം എഴുതാൻ സാധിക്കത്തുള്ളൂ. അവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. സത്യത്തിൽ 1ാം ക്ലാസ്സുകാരെങ്കിൽ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ചോദിക്കണ്ട. എനിക്ക് തോന്നുന്ന ഒരു സൈക്കോളജി ഇതിനകത്ത് 1ാം ക്ലാസ് വന്നവർ ആദ്യമായിട്ട് ഇംഗ്ലീഷ് ചേർത്ത് വായിച്ച് പഠിക്കുക. അപ്പം വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ കൊടുത്താൽ ഇത്രയൊക്കെ ഉള്ളവരും വിചാരിക്കും. ഉള്ളതിൽ ഏറ്റവും നല്ല അടുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. അപ്പൊ ഈ രീതിയിൽ പ്രതീക്ഷിക്കാം. പക്ഷെ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും, പേടിക്കണ്ട. നാഷണൽ ബാങ്കിലെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പരീക്ഷ ഉണ്ടാകത്തില്ല. അവൻ ഈ പ്ലീസും സോറി എക്സ്ക്യൂസ് മീയും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഇതെല്ലാം ഉറപ്പാണ്. പിന്നെ ഇത് അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. അതുപോലെ ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം കംപ്ലീറ്റ് നോക്കണം. ഇത്രയും ബാങ്ക് നമ്മുടെ പോർഷൻ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ വേണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടോളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ മേലാക്കിയോ ഇതെല്ലാം ഡൗട്ട് ഇട്ടാൽ മതി. അന്നേരം ഇതിന് ഇത് തരാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെൻഡ് ചെയ്തേക്കാം. എല്ലാവർക്കും കിട്ടും. ഓക്കെ, താങ്ക് യു.